മെർസിൽ സിനിമ കാണാത്തവരുണ്ടാവില്ല. അതിലൊരു രംഗമുണ്ട്. വേഗന്ന് വീഴുന്ന ഒരു സ്ത്രീയെ ഒരു ബ്ലേഡും ഒരു സ്ട്രോയും ഉപയോഗിച്ച് വിജയ് രക്ഷപ്പെടുന്ന രംഗം. അതൊരു എക്സ്ട്രാ ഓർഡിനറി ഇൻസിഡൻ്റായി നമ്മൾ അന്ന് കണ്ടുവിട്ടിട്ടുണ്ടാവും. നമുക്കതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ അത്തരം ഒരു സംഭവം നടന്നിരിക്കുകയാണ്. തൻ്റെ യാത്രാമധ്യേ ഒരു രോഗി അല്ലെങ്കിൽ ഒരാൾ ആക്സിഡൻറ്റിൽ കിടക്കുന്നു. വായിലാണെങ്കിൽ മുഴുവൻ മണ്ണും രക്തവും, ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ ബ്ലേഡും സ്ട്രോയും ഉപയോഗിച്ച് ജീവൻ രക്ഷപ്പെടുത്തിയ 3 ഡോക്ടേഴ്സ് ഉണ്ട്. അവരാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അവരാണ്. പരിചയപ്പെടാം. എൻ്റെ പേര് ഡോക്ടർ തോമസ് പീറ്റർ. ഞാനിവിടെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവന്ത്രയിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ RMO ആയിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഡോക്ടർ ദിദ്യ തോമസ്. ഞാനും ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ RMO ആയിട്ട് വർക്ക് ചെയ്യുവാണ്. ഇപ്പോൾ ചെയ്ത ഒരു കാര്യം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുകയാണ്. വലിയൊരു സംഭവമാണ്. നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട് ദൈവത്തിൻ്റെ രൂപത്തിൽ ഡോക്ടർമാർ വരുന്ന ഒരു സംഭവം. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു, ഒരാളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇതൊരു ട്രെൻഡിങ്ങോ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി ചെയ്തൊന്നുമല്ല. ഇത് ഞങ്ങൾ രണ്ടുപേരും ദിദിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഡേ ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എൻ്റെ പാരൻസും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ സംഭവം നടക്കുന്നത്. റോഡിൽ വെച്ചൊരു ആക്സിഡൻറ്റ് കാണുന്നു. ആക്സിഡൻറ്റിൽ ജസ്റ്റ് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഇറങ്ങുന്നത്. നിർഭാഗ്യവശാൽ അവിടെ കണ്ടതൊരു ഫസ്റ്റ് എയ്ഡിലുപരി അതിനപ്പുറത്തേക്കൊരു ക്രിയകൾ നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ആ പേഷ്യൻറ്റിനെ നമ്മൾ കാണുന്നത്. പേഷ്യൻറ്റിനെ റോഡിൻ്റെ സൈഡിൽ ആയിട്ട്, അതായത് നട റോഡിൽ ഒരാളെ കിടക്കുന്നത് കണ്ടു. അയാളെപ്പോൾ ഞങ്ങൾ ആദ്യം നോക്കിയത്. അയാളിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ആൾ അത്ര പ്രശ്നമായിട്ടുള്ളതായിട്ട് തോന്നിയില്ല. ആൾ സംസാരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ബ്ലീഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വായിക്കൂടെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾ സംസാരിക്കുന്നുണ്ടായിരുന്നു, കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ അയാൾക്കല്ല പ്രാഥമിക ചികിത്സ. അതേ സമയത്താണ് റോഡിൻ്റെ സൈഡിൽ ഒരാൾ കിടക്കുന്നതായിട്ട് കാണുന്നത്. ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഇയാളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്രിട്ടിക്കലായിരുന്നു. കാര്യം ആൾക്ക് ശ്വാസം പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ബ്ലഡും മണ്ണും എല്ലാം നിറഞ്ഞ് അതുപോലെ വായിൽ ഫ്രാക്ചർ ഉണ്ടായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കണ്ടിരുന്നത്. അതേ സമയത്ത് തന്നെ ആ പേഷ്യൻറ്റിൻ്റെ കഴുത്തിൻ്റെ പുറകിലുള്ള നട്ടലിൻ്റെ ഭാഗം വേറൊരാൾ സ്റ്റെബിലൈസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് കണ്ടു. അതൊരു പ്രൊഫഷണൽ വേ ആണ്, മെഡിക്കൽ പ്രൊഫഷണലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റെത്ത് ഉണ്ടായിരുന്നു. സ്റ്റെത്ത് എടുത്ത് കഴുത്തിലുണ്ട്. കാര്യം ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലമാണ്. പെട്ടെന്ന് നമ്മൾ മാറി നിൽക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിദി എന്ന ആളോട് ചോദിച്ചു, സാർ ആരാണെന്ന് ചോദിച്ചപ്പോൾ സാറിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സാറ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോതൊറാസിക് വാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു ഡോക്ടർ മനൂപ്. അപ്പോൾ സാറ് പറഞ്ഞു മറ്റേ കേസ് ഇപ്പോൾ പറഞ്ഞു സാർ സ്റ്റേബിളാണ്, കുഴപ്പമില്ല, നമുക്ക് ടൈമുണ്ട്. ഇതെല്ലാം ടൈമിൻ്റെ ആണ്. ഇതെല്ലാം ആംബുലൻസ് വരാനുള്ള സമയം വൈകിയത് കൊണ്ടാണ്, ആ ഒരു ടൈം കൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ സാർ പറഞ്ഞു ഈ പേഷ്യൻ്റ് പെട്ടെന്ന് കൊളാപ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. പേഷ്യൻ്റ് റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പോയി കാർഡിയക് അറസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊസീജിയർ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ക്രിക്കോതൈറോട്ടോമി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും MBBS കഴിഞ്ഞ ഡോക്ടേഴ്സാണ്. ഞങ്ങൾ എമർജൻസി മെഡിസിനിൽ എനിക്കിപ്പോൾ ഒരു 2.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഡോക്ടർ ജിതിക്കാണെങ്കിൽ ഒരു 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങൾ ഈ പ്രൊസീജിയർ കണ്ടിട്ടുണ്ട്, അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആണ്. എന്ത് സംഭവിച്ചാലും നമുക്ക് ബാക്കപ്പ് പ്ലാൻസ് ഉണ്ട്. ഇവിടെ വേറൊരു ടീമുണ്ട്. അങ്ങനെ ഒരു ടീമും അവിടെ ഉണ്ടോ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ബൈപ്പാസ് സർജറി ചെയ്ത് പരിചയമുള്ളൊരു കാർഡിയോവാസ്കുലർ സർജൻ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ടീം ലീഡ് ചെയ്യുക, അത് വലിയൊരു കടമയാണ്. ഒരു ടീം ലീഡ് ചെയ്യുക, ഇതുപോലത്തെ സമയത്ത് ഡിസിഷൻ എടുക്കുക. ആ ഡിസിഷൻ എടുക്കുന്നത് മാത്രമല്ല, അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് അതിലും വലിയൊരു കടമ തന്നെയാണ്. അത് ചെയ്യാൻ ഒരാളുണ്ടപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് മാത്രം മതി. സോ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ പിന്നത്തെ ഒരു സിറ്റുവേഷൻ, റിസോഴ്സസ് ഇല്ല. ഞങ്ങൾ നിൽക്കുന്നത് റോഡിൻ്റെ സൈഡിൽ, ലൈറ്റില്ല, ലൈറ്റിങ്സ് കാര്യങ്ങളില്ല. അപ്പോൾ ഇടുന്നൊരു എനിക്ക് കറക്റ്റ് ആയിരിക്കണം. ആൾക്കാർ കൂടെ നിൽക്കുന്നുണ്ട്, സാധാരണക്കാരാണ്. അവരിത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും, ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പേഷ്യൻ്റ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് പോയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പോയിട്ടില്ല. ചെയ്യാമെന്ന് സാറ് പറയുന്നു. ജീവൻ തിരിച്ച് കിട്ടണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ഞങ്ങൾക്കറിയാം. ചെയ്യാമെന്ന് ഞങ്ങളൊന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ സാറ് പെട്ടെന്ന് തന്നെ അവരുടെ പോലീസുകാരോട് ഞങ്ങൾ പറഞ്ഞു, സാർ നമുക്ക് പ്രൊസീജിയർ ചെയ്യാൻ പോകണം, ദയവ് ചെയ്ത് ആരും വീഡിയോയും ഫോട്ടോസും എടുക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് എല്ലാവരും ഓണാക്കി തന്നെ പറഞ്ഞു. പക്ഷേ പോലീസുകാർ പറഞ്ഞത്, സാർ ജീവൻ നിലനിർത്താൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും, ബാക്കി നമുക്ക് വന്നോടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലാണ്. ആ ഒരു കാഴ്ചപ്പാടിലാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ചെയ്യുന്ന ആരും പറഞ്ഞു എന്നല്ല, അവർ ഒന്നും പറഞ്ഞില്ല എന്ന് തന്നെയാണ്. എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യണേ എന്നൊരാൾ അവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന 2 പേര് ചോദിക്കും, പിന്നെ 4 പേരാവും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോകും. അയ്യോ ഇങ്ങനെ ചെയ്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതേ ആൾക്കാരെ പിടിച്ച് പല്ലുമോ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ
അതാണ് സപ്പോർട്ട്. അല്ലാതെ ജയ് വിളിക്കുന്നു എന്നത് മാത്രമല്ല സപ്പോർട്ട്, ഇതും ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ആ ജനം ഭയങ്കരമായിട്ട് തന്നു. പോലീസുകാർ കൂടെ നിന്നു എന്നുള്ളതാണ്. ആൾക്കാർ അവരുടെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി. സാറ് പറഞ്ഞ് എനിക്കൊരു ബ്ലേഡും ഒരു ഗ്ലൗസ് ഒരു സ്ട്രോയും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞായറാഴ്ച 8:30 ഒരു ഗ്രാമപ്രദേശമാണ്. ആ സമയത്തൊരു കട വളരെ ഇതാണ്. അപ്പോൾ തൊട്ടടുത്തൊരു കടയിൽ നിന്ന് ഒരു ബ്ലേഡും ഒരു സ്ട്രോയും വാങ്ങിച്ചുകൊണ്ട് വന്നു. സാറ് ബെയർ ഹാൻഡ് ഗ്ലൗസ് ഇടാണ്ടാണ് സാറ് പ്രൊസീജിയർ ചെയ്യുന്നത്. സാറ് ഇരുന്ന പൊസിഷനിലേക്ക് ദിദിയെ വന്നു നെക്ക് സ്റ്റെബിലൈസ് ചെയ്തു. ഈ പേഷ്യൻ്റ് എപ്പോൾ വേണമെങ്കിൽ കാർഡിയക് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. ആ സമയത്ത് വേറെ ഇവിടെ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് സാർ CPR കൊടുക്കണമെങ്കിൽ പറയണം, ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്, അവരൊരു നേഴ്സാണെന്ന് തോന്നുന്നു, അവർ പെട്ടെന്ന് ഫോൺ വിളിച്ച് വേറെ ആരെയൊക്കെയോ അടുത്തുള്ളവരാരൊക്കെയോ പെട്ടെന്ന് ഇവിടെ വരണം, ഇവിടെ ഇങ്ങനെ ഒരു എമർജൻസി നടക്കുന്നുണ്ടെന്ന് വിളിക്കുന്നു. പോലീസുകാർ നിങ്ങൾ എന്തായാലും ചെയ്യാൻ പറയുന്നു. സാറ് പ്രൊസീജിയർ ചെയ്യുന്നു. അതിനുശേഷം നിക്കിട്ട് കറക്റ്റായിട്ട് സാർ പാൽപ്പേറ്റ് ചെയ്ത് ചെയ്യുന്നു. അതിലേക്കൊരു സ്ട്രോ വെച്ച് കൊടുക്കുന്നു. ആ സ്ട്രോ ഒരു പേപ്പർ സ്ട്രോ ആയിരുന്നു. അത് പേഷ്യൻ്റ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കുറഞ്ഞു വന്നു. പക്ഷേ പിന്നെയും വീണ്ടും കൂടി. അപ്പോൾ മനസ്സിലായ പേപ്പർ സ്ട്രോ ഉള്ളിൽ നിന്ന് ബ്ലഡ് കൊണ്ട് കുതിർന്നിട്ടുണ്ട്. ആ സ്ട്രോ മാറ്റി അടുത്ത സ്ട്രോ വയ്ക്കുന്നു. അപ്പോഴും ഇനിയും നമ്മളിത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇത് സ്ട്രോക്കാവുമെന്നറിയാം. പേപ്പർ സ്ട്രോ തന്നെയാണ്. വീണ്ടും വെക്കുമ്പോൾ ഇൻഫെക്ഷനുള്ള സാധ്യത, ആ മുറിവ് വലുതാവാനുള്ള സാധ്യത, ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു പ്ലാസ്റ്റിക് സ്ട്രോ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ ആര് പറഞ്ഞു പ്ലാസ്റ്റിക് സ്ട്രോ ഇല്ല, കടയില്ല. ഒരു ആൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഒതിച്ചതാണ്. അദ്ദേഹം ഒരു ഫ്രൂട്ടി പോലെയുള്ള ഏതൊരു ജ്യൂസിൻ്റെ സ്ട്രോയാണ് കൊണ്ടുവന്നത്. അതാരും പറഞ്ഞതല്ല, ഞങ്ങളാരും ഡോക്ടേഴ്സ് പറഞ്ഞതല്ല, ഈ പറഞ്ഞ സ്റ്റാഫ് പറഞ്ഞതല്ല, പോലീസ് പറഞ്ഞതല്ല, ഒരു സാധാരണക്കാരന് മനസ്സിലായതാണ്. അദ്ദേഹം എവിടെന്നോ അതാരെന്ന് പോലും എനിക്കും അറിയില്ല, എവിടെന്നോ ഒരു സ്ട്രോ കൊണ്ടുവന്ന് വന്നു. ആ സ്ട്രോ ആയിട്ടാണ് അവസാനം നമ്മൾ ആ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്തത്. അതിനുശേഷം ആംബുലൻസ് വന്നു. ഈ പ്രൊസീജിയർ ചെയ്ത പേഷ്യൻറ്റിനെ കൊണ്ട് നമ്മൾ ആംബുലൻസിൽ പോയി. മറ്റേ പേഷ്യൻ്റ് നടുറോട്ടിൽ തന്നെ കിടക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ജനങ്ങൾ പോലീസുകാരോട് ഏകദേശം ഇതെന്താ ഈ പേഷ്യൻറ്റിനെ കുറേ നേരം നടുറോട്ടിട്ട് നിങ്ങൾ എന്തൊന്നും ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ. പക്ഷേ ആ പേഷ്യൻറ്റിന് ഞാൻ പറഞ്ഞ വായിലെല്ലാം ബ്ലീഡിങ് ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യം കണ്ട പേഷ്യൻറ്റിന് ഈ പേഷ്യൻറ്റിന് സെർവിക്കൽ സ്പൈൻ ഇഞ്ചുറി സസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോലീസുകാർ അതുകൊണ്ട് തന്നെയാണ് തൊടാതിരുന്നത്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ പേഷ്യൻ്റ് എണീപ്പിച്ച് കഴിഞ്ഞാൽ നെക്ക് സ്പൈൻ ഇഞ്ചുറി സസ്പെക്ട് ചെയ്ത പേഷ്യൻറ്റിൻ്റെ നമ്മൾ നട്ടിൽ അനക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഇഞ്ചുറിയിലേക്ക് മാറുകയും ജീവൻ തിരിച്ചു കിട്ടിയാലും ചിലപ്പോൾ ജീവിതം മൊത്തം പാരലൈസ് ആയി കിടക്കേണ്ട ഒരു കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. അത് സാധാരണക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ല. അത് അവരുടെ തെറ്റല്ല. അത് ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ കിടക്കാറുണ്ട്. സാധാരണക്കാരനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കിട്ടുന്ന വണ്ടിയിൽ ആ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നതാണ് അവരെ സംബന്ധിച്ചുള്ള കാര്യം. അപ്പോൾ അവരതാണ് നോക്കിയത്. പക്ഷേ ആസ് എ മെഡിക്കൽ പ്രൊഫഷൻ ഞങ്ങൾ ആദ്യം നോക്കുന്ന ഈ പേഷ്യൻ്റ് എത്ര സമയമുണ്ട്, ഈ പേഷ്യൻ്റ് എത്ര നേരം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയാണ് ഫസ്റ്റ് പേഷ്യൻറ്റിനെ റോട്ടിൽ തന്നെ വെച്ചിട്ട് പേഷ്യൻറ്റിനോട് സംസാരിക്കാൻ പറഞ്ഞു. സംസാരിക്കുന്നതിൻ്റെ അർത്ഥം ആളുടെ എയർവേ ബ്ലോക്ക് ആയിട്ടാണെന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമത്തെ പേഷ്യൻ്റ് സിക്കായ പേഷ്യൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോകുന്നത്. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ഫസ്റ്റ് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ സെക്കൻഡ് പേഷ്യൻ്റെ അടുത്തേക്ക് ഞാനും ദിദിയും വരുമായിരുന്നു. ആംബുലൻസ് വന്നു. സ്പൈൻ ബോർഡ് എടുത്ത് നമ്മൾ ആംബുലൻസുകളിൽ കാണുന്ന ഒരു ഓറഞ്ച് കളറിലെ ബോർഡുണ്ട്, സ്പൈൻ ബോർഡ്. സ്പൈൻ ഇഞ്ചുറി എല്ലാം സംഭവിക്കുമ്പോൾ ആ പേഷ്യൻറ്റിനെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളത് മാറ്റുന്നത്. ഭാഗ്യവശാൽ അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു അറ്റൻഡർ വീട്ടിലേക്ക് പോകുന്ന വഴിയാണോ എന്നറിയില്ല, പുള്ളി ഞങ്ങളെ കണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ അറ്റൻഡേഴ്സിൻ്റെ എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് കാഷ്വാലിറ്റിയിലേക്ക് വരുമ്പോൾ പേഷ്യൻസിനെ ഹോസ്പിറ്റൽ അറ്റൻഡേഴ്സാണ് സ്ട്രെച്ചറിലേക്ക് കിടത്തുന്നത്. അതൊരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അവർക്ക് ആ പ്രൊസീജിയർ വരെ അപ്പം നമ്മൾ പറയും നമുക്ക് ലോഗ് റോൾ എന്നാണ് അതിനെ പറയുന്നത്. നമുക്ക് ലോഗ് റോൾ ചെയ്ത് പേഷ്യൻറ്റിനെ മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാഫ് നമ്മുടെ കൂടെ കൂടി. കാര്യം സാർ ഓൾറെഡി പോയി, സ്റ്റാഫ് നമ്മുടെ കൂടി ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു, നാട്ടുകാർ കൂടി. അപ്പോൾ അവരോട് പറഞ്ഞ് പിടിക്കേണ്ട രീതി വലിച്ചു കയറ്റുക, ഉരുട്ടരുത്, പൊക്കരുത്. നമ്മൾ ആ പലകയ്ക്കുള്ളിലേക്ക് വലിച്ചു കയറ്റുന്നുള്ള സ്പൈൻ ബോർഡൊക്കെ വലിച്ചു കയറ്റി രണ്ടാമത്തെ പേഷ്യൻറ്റിനെ നമ്മൾ കൊണ്ടുവരുമായിരുന്നു ചെയ്തത്. കൊണ്ടുവന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ആദ്യത്തെ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം കാർഡിയക് അറസ്റ്റ് സംഭവിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം അതിന് ഇൻ ഹോസ്പിറ്റൽ കാർഡിയക് അറസ്റ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സസ് ഉണ്ട്, മാൻ പവർ ഉണ്ട്, മരുന്നുകളുണ്ട്, ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്, എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. അവിടുത്തെ എമർജൻസി മെഡിസിനിലെ ഡോക്ടർ വീണ വളരെ എഫിഷ്യൻ്റായിട്ടും പ്രൊആക്റ്റീവായിട്ടും അപ്പോൾ തന്നെ പേഷ്യൻറ്റിനെ CPR സ്റ്റാർട്ട് ചെയ്തു, മെഡിസിൻസ് കൊടുത്തു, ടീം വർക്ക് ചെയ്തു. ആ ടീം വർക്കിൽ ആ പേഷ്യൻ്റെ 4ാമത്തെ മിനിറ്റിൽ കാർഡിയക് അറസ്റ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. സോ ബാക്കി പിന്നെ അവർ ടേക്ക് ഓവറും കാര്യങ്ങളും ചെയ്യും. ഇതാണ് അവിടെ സംഭവിച്ചത്. രണ്ടാമത് കൊണ്ടുപോയ പേഷ്യൻ്റെ കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നതാണ് ലേറ്ററായിട്ട് അറിയാൻ പറ്റിയത്. ആ പേഷ്യൻറ്റിനെ ഓർത്തോപെഡിക് സർജറിക്ക് കയറ്റി പേഷ്യൻ്റ് സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. ഈ നമ്മളെ പ്രൊസീജിയർ ചെയ്ത പേഷ്യൻ്റെ പേര് ലിനു എന്നാണ്, കൊല്ലംകാരനാണെന്നാണ് അറിയാൻ സാധിച്ചത്. ലിനുവിൻ്റെ കണ്ടീഷൻ ഇപ്പോഴും വളരെ ക്രിട്ടിക്കലാണ്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് തന്നെയാണ്, ലിനുവിൻ്റെ ഫാമിലിയോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. കാര്യം ഞാൻ എൻ്റെ പ്രൊഫഷൻ തുടങ്ങിയിട്ട് 3 വർഷവും
ദിദിയ തുടങ്ങിയിട്ട് 2 വർഷമായിരുന്നു. ഈ ഒരു ചെറിയ കാലയളവിൽ ഈ പ്രൊഫഷണൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയാനുള്ളത് ലിനു ലൈഫിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വെച്ച് ഒരുപാട് പേര് ക്രാഷ് ആവുകയും നമ്മൾ സേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു നട റോട്ടിൽ വെച്ച് ഒരു ഓപ്പൺ ഏരിയയിൽ വെച്ച് അങ്ങനെ ചെയ്യാനുണ്ടായ സന്ദർഭവും ആ നാട്ടുകാരുടെ സപ്പോർട്ടാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. പോലീസുകാരുടെ സപ്പോർട്ടാണ്, അവിടെ ഉണ്ടായിരുന്ന അറ്റൻഡർ ഉണ്ടായിരുന്നു, ഞാൻ പറയാനുള്ള സ്റ്റാഫിൻ്റെ സപ്പോർട്ട്, ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് വന്ന ആംബുലൻസ് ഡ്രൈവേഴ്സിൻ്റെ സപ്പോർട്ട്, ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവർ കാണിച്ച സപ്പോർട്ട്. അപ്പോൾ ഇതെല്ലാം ഒരു എല്ലാവരും പറയുന്നത്, ഞാനിപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന പോലെ 3 ഡോക്ടർമാർ ആ സ്ഥലത്ത് സമയത്ത് എത്തി എന്നുള്ളതിനുപരി അവിടെ ഒരു ടീം ഉണ്ടായിരുന്നു, നാട്ടുകാരടക്കം ഉണ്ടായിരുന്ന ടീം ഉണ്ടായിരുന്നു. ആ ടീം ആ കാര്യങ്ങൾ ഏറ്റെടുത്തു നടത്തി എന്ന് തന്നെയാണ് പറയേണ്ടത്. എൻ്റെ കഴിവോ അല്ലെങ്കിൽ ദിദിയുടെ കഴിവോ അല്ലെങ്കിൽ ഡോക്ടർ മനൂപിൻ്റെ മാത്രം കഴിവോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നെങ്കിൽ ആ പ്രൊസീജിയർ നമ്മൾ ചിലപ്പോൾ ചെയ്തെന്ന് വരില്ല. സാർ ഒറ്റയ്ക്കാണെങ്കിൽ സാറിന് സപ്പോർട്ട് ഇല്ലാണ്ട് ഇത് ചെയ്യാനും പറ്റില്ല. ഇനി ഞങ്ങൾ 3 പേരും അവിടെയുണ്ട്. അവിടെ നിൽക്കുന്ന ഒരാൾ പറയുവാണ് ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ പ്രൊസീജിയർ അവിടെ നടക്കില്ല. പോലീസുകാരെ സപ്പോർട്ട് വരുവാണെങ്കിൽ ആ പ്രൊസീജിയർ നടക്കത്തില്ല. ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ആംബുലൻസുകാർ കൊണ്ടുപോയ സ്പീഡിൽ ഒരു ഇത്തിരി കുറവുണ്ടെങ്കിൽ ഇതേ പേഷ്യൻ്റ് റോട്ടിൽ വെച്ച് കാർഡിയാക് അറസ്റ്റ് സംഭവിക്കും. പേഷ്യൻറ്റിനെ തിരിച്ച് കിട്ടിയെന്ന് വരില്ല. പേഷ്യൻറ്റിനെ റിസീവ് ചെയ്ത കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, എമർജൻസി ഫിസിഷ്യൻ പ്രൊആക്റ്റീവായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ പേഷ്യൻ്റ് അറസ്റ്റിൽ പോകും. അപ്പോൾ അതൊരു ടീമായിട്ട് തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സ്ട്രെങ്ത്തിൽ വിശ്വസിക്കുന്നതാണ്. ആ പോസിറ്റീവ് സ്ട്രെങ്ത് അവിടെ വർക്ക് ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. ഞങ്ങളതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ.